ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ അടിപൊളിയായിരിക്കുന്നു. മന്തി കഴിക്കേണ്ടതുകൊണ്ട് നമ്മളിന്ന് അറേബ്യൻ മജ്ലിസിലാണ് പോയത്. കരാമയിലാണ് ഉള്ളത്. എൻ്റെ മോനെ 1.5 മണിക്കൂറിലും പോട്ട് 2 മണിക്കൂറാണ് അതിനും തോന്നുന്നു നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ക്യൂ ഉണ്ടായിന്. പിന്നെ ഏതായാലും നമുക്ക് ഫുഡ് അടിയാവുന്നില്ല മെയിൻ. അപ്പോൾ അത്ര വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ സാധനം കിട്ടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക വേഗം മെനു കാർഡിൽ നോക്കി നമ്മളെല്ലാവരും 3 പേരും കൂടി ഡിസൈഡ് ചെയ്ത് എന്നാ വാങ്ങിക്കേണ്ടതെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ പെരി ചിക്കൻ്റെ മന്തി കഴിക്കാമെന്ന് വിചാരിച്ച്. മീൻസ് സാധാരണ ചിക്കൻ എനിക്ക് ഇഷ്ടമല്ല, അതിൻ്റെ ഉള്ളിലില്ല ഇതൊന്നും ഫ്ലേവേഴ്സൊന്നും ഇറങ്ങിയിട്ടില്ല, പുറത്ത് തൊലി മാത്രമല്ല ഉണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ച് ഇതന്നെ കഴിക്കാമെന്ന്. ഇത് അമ്മു, ഇത് ഹോളിഡേയ്സ് ആയതുകൊണ്ട് പുള്ളിക്കാരി വന്നതാണ്. മുന്നേ ഉള്ള നമ്മുടെ വീഡിയോസിലെല്ലാം ഇവർ ഉണ്ടേനും. പിന്നെ ഭയങ്കര തിരക്കെല്ലായിപ്പോയി. പിന്നെ ഒരു 2-3 ദിവസം ലീവ് കിട്ടിയതല്ലേ, അങ്ങനെ സ്റ്റേ ചെയ്യാൻ വന്ന്. പിന്നെ പോയപ്പാട് നമുക്ക് നല്ലൊരു മട്ടൻ സൂപ്പ് കാണാൻ തോന്നുന്നു. നല്ല രസമുണ്ട്. ഞാൻ വിഷമിച്ച് അത് കിട്ടുന്ന നല്ലൊരു ആശ്വാസം. പോയ വഴി അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഫൈനലി നമ്മളെ ഫുഡ് ഇടിയെത്തി. നമ്മൾ ഗൂഗിളിൽ റേറ്റിംഗ് നോക്കി 4.5 ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ എന്താ പറയുക, ഇവിടുന്ന് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതെന്ന്. ആ ഹൈപ്പിനൊത്ത സാധനം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നെല്ലിപ്പലക ഇളകിയിട്ടുള്ള ഇവിടെ കാണുന്നു. നല്ലനെ വെട്ടാ. പെരിക്ക് നല്ല എരിവുണ്ടായിന്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം നമ്മൾ ഫ്രഷ് ലൈമാണ് വാങ്ങിച്ചത്. പിന്നെ നല്ലൊരു അടിപൊളി കുനാഫ ഉണ്ടായിന്. കുനാഫ വിത്ത് ഐസ്ക്രീമേനും പറഞ്ഞത്, പക്ഷേ ഐസ്ക്രീം അന്നേരം അവൈലബിൾ അല്ലേനു. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക കുനാഫ തന്നെ, പ്ലെയിൻ കുനാഫ തന്നെ വാങ്ങിച്ച് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല ചൂടായതുകൊണ്ട് നമുക്ക് അധികം സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഇതല്ലേ, പിന്നെ നമ്മൾ അടിപൊളി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ 3 ആളും നല്ല കൂടിയാണ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇത് അത്രയേ ഉള്ളൂ. പിന്നെ മെഹന്തിയിൽ ഇടണം എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക സാഹചര്യം കൊണ്ട് അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. മെഹന്തി വാങ്ങാൻ മറന്നുപോയി. അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ആയിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വേഗം വീട്ടിലേക്ക് പോവുക, അങ്ങനെയുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും അന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ല. ഒരുപാട് നേരം കാത്തിരുന്നില്ല. അപ്പം മജ്ലിസിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിക്കുക ചെയ്തത്. കുറേ സമയം നമ്മളവിടെ ഇരുന്ന് ഒരു പ്രൈവസിയും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ ഇരുന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൂടായതുകൊണ്ട് വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. പിന്നെ നല്ല അടിപൊളിയിൽ നമ്മൾ എല്ലാവരും ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലിങ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.